ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സോൺമർഗിലാണ്. ഇന്നാണ് നമ്മൾ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റോഡ് വഴി യാത്ര ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ മോസ്റ്റ് ഡേഞ്ചറസ് റോഡ് സോജില പാസ് വഴി നമ്മൾ പോവുകയാണ് ടു ലഡാക്ക്. ഇന്ന് കാർഗിലാണ് സ്റ്റേ. അപ്പോൾ പോകും വഴി കാർഗിലിലെ വിശേഷങ്ങളും പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാർഗിൽ മെമ്മോറിയൽ, കുറേ ധീര ജവാന്മാരുടെ വീരമൃത്യു വരിച്ച സ്ഥലങ്ങൾ അതൊക്കെ കണ്ട് നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ട് നമുക്ക് യാത്ര തിരിക്കാം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് അടി? 3 मैगी, 1 हॉट चॉकलेट, 2 കോഫി, 2 കോഫി. അതോട് പറ, ഇത് കോഫിയിലല്ല, 2 ടീ. നമ്മൾ 3 മാഗിയാണ് പറഞ്ഞത്. ഇവിടെ പൊതുവേ നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ തരുന്നത് കേട്ടോ. ഇപ്പോഴും ഞാൻ എൻ്റെ പ്ലേറ്റിലാണ് ആദ്യം വയ്ക്കുന്നത് അല്ലേ. ഇവിടെ മാഗി മെയിൻ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഓട്സ് ഉണ്ടായിരുന്നു, പോഹ ഉണ്ടായിരുന്നു. ഇവിടെ ബൊഫേ സിസ്റ്റം അല്ല, നമുക്ക് വേണമെന്നുള്ളത് പറഞ്ഞാൽ അതനുസരിച്ച് അവർ തരും. പോഹ, പിന്നെ ആലു പറാത്ത. അയ്യോ വേണ്ട, ഇനി നോർത്ത് കയറിയ പിന്നെ അതേ കിട്ടുന്നുണ്ട്, അതൊന്നും വേണ്ട. അതുകൊണ്ട് മാഗി പറഞ്ഞു, പിന്നെ ഓട്സ് പറഞ്ഞു, പോഹ പറഞ്ഞു. വേണോ വരുന്നോ? കൊള്ളാം. നിറയെ വെജീസൊക്കെ ഇട്ടിട്ടുള്ള. ഇന്നലത്തെ അവിടെ വെജിറ്റബിൾസ് ഇല്ലായിരുന്നു, പ്ലെയിൻ മാഗി ആയിരുന്നു. കൊള്ളാം അല്ലേ. ശർക്കരയിൽ ഈച്ച പൊതിയും കണക്ക് ഇത്രയും പേര് ടിപ്പിന് വേണ്ടി വന്ന് നിൽക്കുന്നത് കേട്ടോ, ഷെഫ് ഉൾപ്പെടെ. ഇത് ഇവിടുത്തെ ഗസ്റ്റുകൾ ഇവിടെ എല്ലാവരും ടിപ്പിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. നമ്മൾ ജീവനും കൊണ്ട് ഓടി. ഓ, ഷെഫ് ഉൾപ്പെടെ. നോക്ക് സോൺമാർഗിൻ്റെ ഭംഗി. ഇനി എപ്പോഴെങ്കിലും വരാം. ദേ ആ മഞ്ഞാട്ടോ ഇങ്ങനെ വെള്ള കളറിൽ കിടക്കുന്ന എല്ലാം. സ്കൈ ഒക്കെ നോക്ക്, ക്ലൗഡ് പോലും എന്ത് ഭംഗിയൊക്കെ നിൽക്കണം നോക്കിയേ. സോൺമാർഗിന് 1 കിലോമീറ്ററുടെ ഉണ്ട്, ലേ 346. അപ്പം നമ്മളിന്ന് ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡ് വഴിയാണ് യാത്ര. ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാം. സോജില ടണൽ പ്രോജക്റ്റ്. നമ്മൾ ഇന്നലെ വന്ന ആ ഒരു ടണലുണ്ടല്ലോ, അതെന്തോന്ന് പറഞ്ഞാൽ മോദിജി ഓപ്പൺ ചെയ്തതാണ് 2025. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറ സൈഡിലെ റോഡ് കൂടെയാണ് പോകുന്നത്. അത് മോശം റോഡായിരുന്നു അല്ലേ? ഓക്കെ. ടണൽ വരുമ്പോൾ കുറച്ച് കിലോമീറ്റർ കുറഞ്ഞ് കിട്ടും. ഇതെന്തോ ഭയങ്കര ലോറികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ, അങ്ങനെ ബ്ലോക്ക് പോലെ. മഞ്ഞുമലയും ക്ലൗഡും. വാവ്. കയറിയ നമ്മൾ സോജില പാസ്. അവിടുന്ന് തിരിച്ചപ്പോൾ നാട്ടിൽ തിരിച്ചപ്പോൾ മുതൽ ഈ ഒരു റോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതല്ല, ഇപ്പോൾ 1 വേ അല്ലേ, അതുകൊണ്ട് വലിയ പേടിയില്ല. മറ്റേത് അവിടെ നിന്നോട്ട് വണ്ടി വരുമ്പോഴാണ് നമ്മൾ സൈഡ് കൊടുക്കുമ്പോഴേ പേടിക്കേണ്ടതായിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല മഞ്ഞുമലകളും. എല്ലാ വീഡിയോയിലും ഞാൻ സെയിം സാധനം തന്നെ പറയണത്. ഇനി ഇത് തന്നെ സോജില പാസ്. ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിലൊക്കെ റോഡൊന്നും ഇല്ല, ഭയങ്കര നാരോ റോഡാണ്, ടാറിങ്ങൊന്നും ചെയ്തിട്ടില്ല, മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് അങ്ങനെ കിടക്കുന്ന റോഡാണ് കണ്ടിട്ടുള്ളത്. അതിനി ഇതാണോ എന്തോ സോജില പാസ്, അറിയില്ല ഗൈസ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണുമ്പോൾ പറയാം. ഈ റോഡിൻ്റെ താഴെ കൂടെ ടണലിൻ്റെ പണിത് അവിടെ ആ സൈഡിൽ നടക്കുക കേട്ടോ. അപ്പോൾ ഈ റോഡ് അത്യാവശ്യം വേണ്ടവർക്ക് മാത്രം യൂസ് ചെയ്യും. ബാക്കി ടണൽ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളെല്ലാ ടണൽ വഴിയായിരിക്കും വരുന്നത്. പിന്നെ ഈ റോഡൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് ഈ കാഴ്ചകളൊന്നും കാണില്ല. ടണലിനകത്ത് കയറിയ പിന്നെ എന്താണ് 13 കിലോമീറ്റർ എന്താണ് ആ ടണൽ, ഗുഹ മാത്രം. എന്ത് രസം നോക്കും, 4 സൈഡും മഞ്ഞുമല. ഇനി അങ്ങോട്ട് മഞ്ഞുമലകൾ മാത്രം കേട്ടോ. സ്നോ ഡെസേർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി ലഡാക്ക് എന്ന് പറയുന്നത് ഒരു ടിബറ്റൻ കൾച്ചറുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയ ടിബറ്റൻ കൾച്ചറൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ബൽതാൽ റോഡ് അതല്ലേ, ഡച്ച് ബൽതാൽ റോഡ്. 5 കിലോമീറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ടായിരിക്കും മക്കളെ സോജില പാസ്. യെസ്, അപ്പോൾ ഇതല്ലായിരുന്നു സോജില പാസ്. ഡറ്റ് ബൽതാൽ. വെൽക്കം ടു തട്ടിയ. സത്യം പറഞ്ഞാൽ ഇത് വലിയ നമുക്ക് പേടിയില്ലാത്തൊരു റോഡ് തന്നെ കേട്ടോ. പക്ഷേ എങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ പോലും തോന്നുന്നില്ല. ഈ ഏട്ടൻ ലോറിക്ക് ഈ സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നെഞ്ചിൽ കൂടെ പോകണം. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല. എങ്കിലും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാനതവിടെ ചവിട്ടി പിടിച്ചിരുന്നാണ് വീഡിയോ എടുക്കണം കേട്ടോ. ഈ ലോറിക്കാരന്മാർ ഒരു വരിയായിട്ട് അവന്മാർ പോയെങ്കിൽ കുഴപ്പമില്ല. അവന്മാർ
ഓവർടേക്ക് ചെയ്യണം. അവരുടെ വെയിറ്റ് കാരണം വണ്ടി നീങ്ങുന്നില്ല. അതിൻ്റെ കൂടെ ഏട്ടനും കൂടെ ഓവർടേക്ക് ചെയ്യണം. കാണുമ്പോൾ അത് അവിടെയൊക്കെ സൈഡില്ല, അതുവഴി ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ഇതായിരിക്കും സൗജില്ല പാസ് കേട്ടോ. എന്തോ അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇതാ മഞ്ഞാണ് ഈ സൈഡിൽ ഉരുകി ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. എനിക്കാന്നൊക്കെ ഇവിടെ ഭയങ്കര ഡേഞ്ചറായിരുന്നു. അതായത് മഞ്ഞാണ്, ഇത് മഞ്ഞാണ്. ആ റോഡിൻ്റെ അവസ്ഥ കണ്ടോ, റോഡ് മണ്ണ് കോരി മാറ്റണമുണ്ട് അവിടെ. മഞ്ഞ് ഇവിടെ കണ്ടാണ് എനിക്കാന്ന് ഇടിഞ്ഞ് വീണത്. ഇത് തന്നെ കേട്ടോ സോജില്ല പാസ്. ഒരു 20 കിലോമീറ്റർ ഈ റോഡാണ്. പക്ഷെ അവിടെ നിന്നൂടെ വണ്ടി വന്നിരുന്നെങ്കിൽ ഈ ഓവർടേക്കിംഗ് ആണ് പ്രശ്നം, അല്ലാതെ വലിയ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഈ ലോറിക്കാരന്മാർ കൊണ്ടുവന്ന് ഇഴങ്ങി പോകുന്നതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതേ ഉള്ളൂ. ഇല്ല, അവിടെ നിന്ന് വണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ ഇടിഞ്ഞൊക്കെ വീണിരിക്കുന്നത് കണ്ടോ. ഇതിപ്പം റീസെൻ്റ്ലി സംഭവിച്ചിരിക്കുന്നത് പുതിയ മണ്ണ്. ഇത് തന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത്. നോക്ക്, ഇതൊക്കെ ഇടിഞ്ഞ് വീണാണ്ടല്ല. കഴിഞ്ഞ ദിവസം ഏതോ വണ്ടീൻ്റെ മുകളിൽ കൂടെയാണ് മഞ്ഞിടിഞ്ഞ് വീണത്. അവിടെ നിന്ന് ഇപ്പോൾ വണ്ടികളില്ല കേട്ടോ. ഏട്ടങ്ങളൊന്നും ഓവർടേക്കാണെന്നുണ്ടല്ലോ. ഏട്ടൻ പറഞ്ഞ് ഞാൻ ചുമ്മാ എക്സാഗ്രേറ്റ് ചെയ്ത് പറയണമെന്ന്. നമുക്ക് ഈ സൈഡിൽ ഇരിക്കുമ്പോഴേ അറിയാവോ. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് കുഴപ്പമില്ല, ഓക്കെ ആണെന്നേലും നമ്മൾ കയറി പോകും. പക്ഷെ നമ്മൾ ഈ സൈഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണത്. വണ്ടി അതിനിടയ്ക്ക് കംപ്ലൈൻ്റ് ആയി കിടക്കണു. ഇതിനൊക്കെ വരുമ്പോഴാണ് വേണ്ട മുകളിൽ നിന്ന് ഇടിഞ്ഞൊക്കെ വീണിരിക്കുന്നത്. ഇങ്ങനത്തെ ഈ റോഡ് വഴിയൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഓടിച്ച് പോവാം കേട്ടോ. അപ്പം നമുക്ക് ഈ സൈഡൊക്കെ കൊടുക്കണ കാണുമ്പോൾ ഉള്ളൊരു ചെറിയ പേടിയേ ഉള്ളൂ. അല്ലാതെ അവിടെ നിന്ന് വണ്ടി വന്നാലും പോകാനുള്ള 2 സ്ഥലം ഈ പറയുന്നത്ര ഹൂഹി അങ്ങനെയൊന്നുമില്ല. ആ പണ്ട് ചിലപ്പോൾ ആയിരിക്കും ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞാൻ മുന്നേ വളരെ പണ്ടുള്ളൊരു വീഡിയോ കണ്ടതിൽ ടാറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്, പൊളിഞ്ഞ് കിടക്കണം കുറേ. വേണ്ട മണ്ണൊക്കെ അവർ ഇട്ട് സെറ്റ് ചെയ്യണം. ലോറികളാണ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം അങ്ങോട്ടും ഇവിടും ഒരു ദിവസം ഇങ്ങോട്ടും ഇവിടും. അപ്പം താഴെ വരുന്ന ഫ്യൂവൽ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികൾ, വെജിറ്റബിൾസ് കൊണ്ടുപോകുന്നത്, അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നതും അതേ ഇവിടെ ഇങ്ങനെ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലോറി നിറങ്ങിയിട്ട് റോഡ് അത്യാവശ്യം തിരക്കുണ്ട്. വണ്ടി കംപ്ലൈൻ്റ് ആയെന്ന് തോന്നുന്നു. അത് നിർത്തിയിട്ടിട്ട് കാഴ്ച കാണുന്നതാ. കംപ്ലൈൻ്റ് ആയി. ഈ സൈഡൊന്നും ഇല്ല ഇവിടെയൊക്കെ. മനുഷ്യൻ അയാൾ ഓവർടേക്ക് നോക്ക്, മിടുക്കൻ തന്നെ. ഏട്ടാ ഒന്നും കണ്ടുകൊണ്ട് പോകില്ല, നമുക്ക് പതുക്കെ പുറകെ പോയാൽ മതി. കണ്ട റോഡില്ല. ആ ശരി തന്നെ ഏട്ടാ. ലോറിയും കൂടെ ഉള്ളതുകൊണ്ട് 1 വേ ഒക്കെ ശരി തന്നെ, സുഖമുണ്ട്. ഇതിനെക്കാട്ടി 2 വേ ആയിരുന്നു നല്ലത്. ഇവന്മാർ ഭയങ്കര ശല്യം. ഒരു ലോറി പോകുമ്പോൾ തന്നെ അതേ കണ്ടോ റോഡ് കണ്ടോ മക്കളെ. അവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ടൊക്കെ വണ്ടി വരുമ്പോൾ ശരിയാണ് കേട്ടോ, പറഞ്ഞ ഭീകരതയൊക്കെ ഉണ്ട്. ഭീകരതയുണ്ട്. 20 കിലോമീറ്ററാണ് ഈ റോഡ്. ഫ്രണ്ടിൽ ഒരു നാനോ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള ആളായിരിക്കും ചിലപ്പം. യു പി എന്താണ് കേട്ടോ. റോഡ് വളരെ മോശം, സൈഡില്ല. സോ നമ്മളിപ്പോൾ ഇന്ത്യയിലെ 1 ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് അഡ്വെഞ്ചറസ് റോഡ് വഴിയാണ് പോകുന്നത്. അത് നമ്മുടെ കാറിൽ വന്നത് കൊണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റിയത്. എൻ്റെ ഏട്ടൻ ഓടിച്ചു പോകുന്നത് തിരിഞ്ഞിരിക്കണം നോക്ക്. അഹങ്കാരിയാണ്, അഹങ്കാരി. എന്ത് ബ്ലോക്കായി കിടക്കണം, ചെക്ക് പോസ്റ്റാ എന്താണ്. നമുക്ക് നമ്മുടെ ഏട്ടാ ഇത് അതൊക്കെ പോകട്ടെ. എല്ലാ വണ്ടികളും നിർത്തിയിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് മാത്രം ഇത്ര ഇതെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളവൻ വരെ നിർത്തിയിട്ടേക്കിന് നോക്ക്. ബ്ലോക്ക്, ഫുൾ ബ്ലോക്ക്. ഈശ്വര, റോഡൊക്കെ കിടക്കണത്. യുപിന്ന് വന്നിട്ടുള്ള നാനോ കാർ. നോക്ക് മക്കളെ, റോഡ് കിടക്കണം, കിടപ്പ് നോക്ക്, ഫുൾ ബ്ലോക്ക്. എന്തോന്ന് നോക്ക്. കണ്ടോ ഗൈസ്, നാരോ റോഡ് വഴി, റോഡില്ലാത്ത റോഡ് വഴി. മെനിയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റോഡിൽ കിടന്നാണ്. ഭയങ്കര ന്യൂസൊക്കെ ഉണ്ടായിരുന്നു മെനിങ്ങാനത്തത്. ഏട്ടാ എന്തൊന്ന് കാണിക്കണമൊക്കെ ഉണ്ട് അവിടെ. തമാശ ഇറങ്ങിയല്ല, ഞാൻ അവിടെ ഉറങ്ങി പോയിരിക്കുന്നു. എൻ്റെ ഇടയിൽ ഓവർടേക്കാൻ പോണത് കണ്ടോ ഗൈസ്. കാറിന് ഫ്രണ്ടിൽ സൈഡില്ല. ഞാൻ തമാശ പറയണില്ല. അപ്പോൾ ഇത്ര സൈഡ് നീ ഞാൻ മിണ്ടാതിരിക്കാം. ഓടിക്കണവർക്കും കോൺഫിഡൻസ് പോകും നമ്മളിങ്ങനെ പറയുമ്പോഴേ. ഇന്നു മക്കളെ, ഭീകരത ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റായിപ്പോയി. തെറ്റായ ഒരു
ഇതാണ് കേട്ടോ, ഭീകരതയേ ഉള്ളൂ. ദേ ആ മുകളിൽ കണ്ടോ, ഇങ്ങോട്ടേക്കാണ് നമുക്ക് കയറി പോവേണ്ടത്. കണ്ടോ ആ വസ്തിയിൽ ഇതൊരു പോണേണെന്ന് തോന്നണം. പിന്നെ ഞാനൊക്കെ ഒരു സ്കൂട്ടർ പോണ സ്ഥലം മതി. നമുക്കിങ്ങനെ പതുക്കെ പോവാം. നമുക്ക് ആ മുകളിലോട്ടാണ് നമുക്ക് കയറി പോകാനുള്ളത്. ആ ഓപ്പോസിറ്റൂടെ വണ്ടി വന്ന ഭീകരത തന്നെ എൻ്റെ മക്കളെ. നമ്മൾ ഈ സൈഡ് കൊടുക്കുമ്പോൾ ചുറ്റ പൊന്നിന്ന് ആലോചിച്ച് നോക്ക്. അവിടെ നിന്ന് കാറ് വരുമ്പോൾ നമ്മൾ ഈ സൈഡ് കൊടുക്കണേ. വേദയ്ക്ക് നിങ്ങൾക്കൊക്കെ തമാശ. ഞാൻ വീഡിയോസിൽ കണ്ടതിലൊന്നും ഒരു തെറ്റുമില്ല കേട്ടോ. ഇതുപോലെ എക്സാക്ട് സെയിം സാധനം തന്നെയാണ് ഞാൻ കണ്ടത്. ഞാൻ പിന്നെ ആ റോഡ് കയറിയപ്പോൾ കരുതി എല്ലാം ശരിയായിരുന്നു. പക്ഷെ 20 കിലോമീറ്റർ ഇടയ്ക്കല്ലേ, പോക ദയനീയമാണെന്ന്. അമ്മാ അയ്യോ, കയറ്റി വിടണ്ട മാത്രം എന്തോന്ന്. നമ്മൾ ആട്ടെ ഈ സൈഡിൽ കൂടെ അവനെ കയറ്റി വിടും. നമുക്ക് ആ സൈഡ് മതി. എപ്പോഴും ഓവർടേക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോകാനുള്ളത് കേട്ടല്ല. നമ്മൾ സൈഡിൽ കൂടെ ഒതുങ്ങി പോയാൽ മതി. എനിക്ക് വരണ്ട്, തൊണ്ടയൊക്കെ വരണ്ട്. ഞാൻ വെള്ളം പോലും കുടിക്കാൻ തോന്നല്ലേ റോഡിൽ കയറിയപ്പോൾ. പാറകളുടെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞു നടപ്പാതയിലൂടെ നമ്മൾ നടന്നു പോകും. കാറിൽ പോകുന്നു. ഇത്രയും നാളായിട്ട് ഇവർ റോഡ് ശരിയാക്കാത്തത്. ഇത്ര വർഷം കൊണ്ട് അല്ല ടണൽ നടക്കണമല്ല. അത് ടണൽ ഇപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പും ഈ റോഡല്ലേ, വർഷങ്ങളായിട്ട് ലഡാക്കിൽ പോണവർ ഈ റോഡല്ലേ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ആ ഒരു ടണൽ, സോജില ടണൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടെ ടണലാണ്. അത് ഓപ്പൺ ആയാൽ വരാൻ പോകുന്നത്. 13.something കിലോമീറ്ററാണ് ആ ടണലുള്ളത്. ഇനി ഒരു 290 മീറ്റേഴ്സ് മാത്രമേ അതിൻ്റെ പണി കംപ്ലീറ്റ് ആവാനായിട്ടുള്ളൂ കേട്ടോ. ഏറ്റവും വലിയ ടണലാണ് വരാൻ പോകുന്നത്, സോജില ടണൽ. മോദിജിയുടെ ഡ്രീം പ്രോജക്റ്റ് ആണെന്നാണ് കഴിഞ്ഞ ദിവസം ആസിഫ് പറഞ്ഞത്, ഈ സോജില്ല ടണൽ. സമ്മതിക്കണം കേട്ടോ. കാരണം ഇത് ഫുൾ കുന്നും മലയും മുകളും. ഇതിൻ്റെ ഉള്ളിലൂടെ 20 കിലോമീറ്റർ കഴിയണ വരെ സത്യം കേട്ടോ ഏറ്റവും ഭയപ്പെട്ട് പോകുന്ന ഒരു റോഡ്. ഇവിടെയൊക്കെ മഞ്ഞായിരുന്നു. ഇതൊക്കെ ഇടിഞ്ഞ് വീണ് എനിക്ക് ഇറങ്ങൂടെ എന്തെന്ന്. ഈ വേനലിൽ വന്നപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഒന്ന് തണുപ്പ് സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ മഞ്ഞമലയാണത്. കണ്ടോ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അത് ഉരുക്കി റോഡിലേക്ക് വീണുകൊണ്ടിരിക്കുക കേട്ടോ. ബൈക്ക് റൈഡേഴ്സ്, കർണാടക രജിസ്ട്രേഷൻ വണ്ടി, ബൈക്ക്. മഞ്ഞാണത്. ഇതൊക്കെ അതിന് തോന്നുമ്പം മൊത്തത്തിൽ ഇങ്ങനെ ഇടുങ്ങി വീഴുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. ഇത് താഴെയൊക്കെ കണ്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ പേടിച്ച് ആണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ റോഡൊന്ന് കാണിച്ചു തരണം. കാരണം 2 വർഷം കൂടെ കഴിഞ്ഞാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റോഡ് വഴി വരാൻ പറ്റത്തില്ല. ഈ റോഡ് ക്ലോസ് ചെയ്യും, ടണൽ വഴിയായിരിക്കും. ക്ലോസ് ചെയ്യില്ലായിരിക്കുമല്ലോ, പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളെല്ലാം ആ ടണൽ വഴിയായിരിക്കും പോകുന്നത്. അത് പിന്നെ ഒരു ഗുഹ പോലെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നമുക്ക് കണ്ടോ കേട്ടോ ഒന്നും പോവില്ല. ഇത് പക്ഷെ മോസ്റ്റ് റിസ്ക്കി ആയിട്ടുള്ള ഒരു ഇത് തന്നെ. മഞ്ഞ് നോക്ക്. ഇതാണ് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ യാത്രയിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് ഇതാട്ടോ. എപ്പോഴാണ് ഇത് ഇങ്ങോട്ട് തള്ളി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. മഞ്ഞാണെങ്കിൽ നമ്മൾ സ്പീഡിന് പോകണം കേട്ടോ. മഞ്ഞമല കാണുമ്പോൾ എന്നെ പേടിപ്പിക്കണ്. നാക്ക് നീട്ടവും മുട പറയൂ. രാജസ്ഥാൻ രജിസ്ട്രേഷൻ ഇന്നോവയാണ് ഫ്രണ്ടേ പോകുന്നത്. ആ ധൈര്യത്തിലാണ് സത്യം പറയാൻ ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഇന്നോവയല്ലേ, അതിനെക്കാട്ടി ചെറുതല്ലേ നമ്മുടെ വണ്ടി. വൃത്തിയിട്ടോ തുപ്പണം. അതുകൊണ്ട് ആ വണ്ടിക്ക് പോവാമെങ്കിൽ നമ്മുടെ വണ്ടിക്ക് പോവാലോ എന്നുള്ള ധൈര്യത്തിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സോജില്ല പാസ് വഴി പോയിട്ട് തിരിച്ച് മണാലി റോഡ് വഴിയാണ് ഇറക്കി വിടുന്നത്. അപ്പോൾ ഇപ്പം മണാലി റോഡ് ക്ലോസ് ചെയ്തേക്കാണ്. അവിടെ ഹെവി ആയിട്ടുള്ള ഇതുപോലെ മഞ്ഞ് കാരണം, 2 സൈഡിലും മഞ്ഞ് മലകളും ഒക്കെ കാരണം റോഡ് ഫുൾ ക്ലോസ് ചെയ്തേക്കാണ്. അതൊരു വണ്ടികൾ വിടുന്നില്ല. അതുകൊണ്ടാവാം 2 സൈഡിലോട്ടുള്ള വണ്ടി ഒരു വഴിയില്ലേ, സോജില്ല പാസ് വഴിയേ വരത്തുള്ളൂ. അതുകൊണ്ടാവാം 2 റൂട്ടിൽ കൂടെ വണ്ടി വന്നാൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും വണ്ടികൾ വിടുന്നത്. മഞ്ഞ് കിടക്കണ കണ്ട.
അതിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഹിമാലയ റോഡ് ക്ലോസ് ചെയ്തേക്കണോണ്ടാവാം ഒരു ദിവസം ഉള്ള വണ്ടികൾ അങ്ങോട്ടും ഒരു ദിവസം ഉള്ള വണ്ടികൾ ഇങ്ങോട്ടും. അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് സോജില്ല പാസ് വഴി ലഡാക്ക് പോയിട്ട് തിരിച്ച് ഹിമാചൽ പ്രദേശ് മണാലി റോഡ് വഴിയാണ് ഇറക്കി വിടുന്നതെന്ന്. യെസ്, അതായിരിക്കും കേട്ടോ എൻ്റെ ഒരു ഇതല്ലാതെ 2 വണ്ടികൾ ഇതുവഴി പോയാൽ ഞാൻ തുടക്കത്തിൽ വലിയ തള്ളക്കത്തല്ലേ ഭീകരതയൊന്നും ഇല്ലയെന്ന്. പക്ഷെ ഭീകരത അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ കൂടെ അല്ല നേരിട്ട് തന്നെ വരണം കേട്ടോ. പിന്നെ ഓടിക്കുന്നവർക്ക് അത്ര വലിയ ഭീകരത ഇല്ലേ? ഓടിക്കാം അല്ലേ? പറ, നമ്മളെ വ്യൂവേഴ്സിന് മനസ്സിലാവണ്ടേ ഓടിച്ച് പേടണം തോന്നണത്. അവർ ആയിട്ട് സുഖമായിട്ടൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നുണ്ടാവും. നമുക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് വലിയ പിന്നെ മഞ്ഞൊക്കെ ഇടുങ്ങി വീഴോ മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ തീർന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയാ ഒന്ന് അശ്രദ്ധ വന്നാൽ തീർന്ന്. അങ്ങോട്ട് ഇല്ല, സൈഡൊന്നും കെട്ടിയിട്ടില്ല. ഗോക്ക അതേ കണ്ടോ ഗോക്ക. 2 സൈഡിലും മഞ്ഞ്, അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ്. മഞ്ഞ് മലയൊക്കെ ഇടുങ്ങി വീണ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പാ മഞ്ഞ് വരുമ്പോൾ നമ്മൾ സ്പീഡിന് പോണേ കേട്ടോ. കണ്ട താഴെ ആ മഞ്ഞിൻ്റെ ഇത് ലെയർ വിട്ട് നിൽക്കുകയാണ്. കയറി പോയനടാ. അത് കണ്ടോ മഞ്ഞ് ഇടുങ്ങി വീണ് കിടക്കുന്നത്. എൻ്റെ മനോജേ പറത്തണ മനോജ് ഈ റോഡിൽ കൂടെ നോക്ക്. ഇവിടെ കണ്ട ഈ സൈഡ് മഞ്ഞ് ഈ സൈഡ് മഞ്ഞ്. വെരി ഡേഞ്ചർ. കണ്ട പൊന്നു ചില വീഡിയോസിലൊക്കെ കാണുവേ ചില ഫോറിൻ കൺട്രികളിൽ ഇതുപോലെയൊക്കെ സത്യം പറഞ്ഞാൽ അതുപോലെയൊക്കെ പാറയും അതിൻ്റെ നടുക്കൂടെ വണ്ടികളും പോകണമൊക്കെ കാണുമ്പോഴേ ചില ഫോറിൻ കൺട്രീസിൽ ഉള്ള സ്ഥലങ്ങൾ പോലെ. യെസ്, ടിബറ്റൻ കൺട്രിയുടെ ഒരു ഭാഗമല്ല ആ ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. പാട്ടൊക്കെ കേട്ടിട്ട് പോകും. ഗ്രേറ്റ് ഡ്രൈവർ മിസ്റ്റർ മനോജ് കുമാർ. അവിടെ ആൾക്കാർ നിന്നിട്ട് മഞ്ഞ് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടാണ് സാർ. ഇതിനിങ്ങനെ കൊക്കരം അടുത്ത് കൊണ്ടുവന്ന് നിർത്തണത് ഒതുക്കി നിർത്തിക്കുമ്പോഴേ. അങ്ങനെ നമ്മൾ ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് അഡ്വഞ്ചറസ് റോഡ് കയറി വന്നിരിക്കുകയാണ്. മിസ്റ്റർ മനോജ് കുമാർ ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുകയാണ്. എനിക്കിവിടെ നോക്കുമ്പോൾ തന്നെ പേടിയാവണോ. യെസ്, നമ്മുടെ ടൊയോട്ട ഹൈറൈഡർ വഴി നമ്മൾ ദ ഗ്രേറ്റ് സോജില്ല പാസ് കഴിയാറായെന്ന് തോന്നുന്നു കയറി താണ്ടി വന്നിട്ടുണ്ട്. മിസ്റ്റർ മനോജ് കുമാർ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചതുപോലെ ഇറങ്ങണ്ടേ. നമ്മളെ നേരിട്ട് കാണുന്ന ഭംഗി ഈ വീഡിയോയിൽ വരുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഗുൽമർഗിൽ വെറുതെ പോയി. ഫുൾ പഞ്ഞിമെത്ത പോലെ. അത് വേറൊരു എക്സ്പീരിയൻസ്, ഇത് വേറൊരു എക്സ്പീരിയൻസ്. ഇനി അങ്ങോട്ട് ഇത് തന്നെ കേട്ടോ. ഫുൾ മഞ്ഞുമലകൾ മാത്രമാണ്. പച്ചപ്പൊന്നും കാണാൻ പറ്റൂല. മഞ്ഞുമലകൾ 2 സൈഡും മഞ്ഞ്. മൊത്തം ഇനി ഇങ്ങനെ തന്നെ. ഇവിടെ കണ്ടൊക്കെയാണ് ഇടിഞ്ഞ് വീണത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അങ്ങോട്ട് മറിഞ്ഞ് വീണാ തീർന്നു. വേറെ ഇപ്പൊ പറയും ഒന്ന് മിണ്ടാതിരിക്കുവോ. സ്കീയിങ് പഠിക്കണോ എടാ? നോക്ക് മക്കളെ, പഞ്ഞിമെത്ത പോലെ നമ്മൾ പോണ വഴിക്ക് സ്നോ ഇങ്ങനെ കണ്ടേ, ഇങ്ങനെ നിർത്തിയേ. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നു. എനിക്കിതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം നമ്മൾ ഇനി പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇതാണ്. പറഞ്ഞിട്ട് കേൾക്കാതെ ഈ അച്ഛനും മോളും കൂടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനാണ്, വീഡിയോ എടുക്കാൻ. ഞാൻ ഇത്രയും വീഡിയോ എടുത്തിട്ട് ഞാൻ പോയി വണ്ടി ഇരിക്കും. എനിക്ക് തണുക്കുന്നു. ഞാൻ അത്രയും പറഞ്ഞിട്ട് തിരിച്ച് കാറിൽ പോയിരുന്നു കേട്ടോ. അച്ഛനും മോളും കൂടെ ആ മഞ്ഞ് മലയുടെ അടുത്തേക്ക് പോയി അവരവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വേദ ഐസ് ബോൾസൊക്കെ ഉണ്ടാക്കി അവിടെ കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്ത് കളിച്ച്. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ് കളിക്കാനും ഇതൊക്കെ. പക്ഷെ ഇവിടെ അവിടുത്തെ പോലെ സ്ലിപ്പാവുന്നില്ല എന്നാണ് വേദ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഗുൽമർഗിൽ പോയപ്പോൾ സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. മൂക്കും കുത്തനെ താഴെ വീഴുന്നുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ഇങ്ങനെ ഷൂസ് താഴ്ന്ന് പോകുന്നതല്ലാതെ സ്ലിപ്പാവുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം അവരവിടെ കളിച്ചായിരുന്നു കേട്ടോ. ഞാൻ കാറിൽ സുഖമായിട്ടിരുന്നു. എനിക്കൊന്നാമത് ഈ തണുപ്പൊന്നും പറ്റത്തില്ല. വേദയ്ക്ക് തണുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തണുപ്പൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഇറങ്ങി വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേ ഭയങ്കര തണുപ്പ്. അങ്ങനെ അവർ രണ്ടുപേരും പോയപ്പോൾ ഞാൻ തിരിച്ച് കാറിൽ കയറിയിരുന്നു കേട്ടോ. എന്തായാലും നോക്കാം, കൊച്ചു ഗ്ലൗസ് പോലും ഇടാതെ ഐസ് ബോൾസൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് കണ്ടിട്ട് തന്നെ വല്ലാതെ തണുക്കണം. നോക്കിക്കേ. അങ്ങനെ ജീമയോടൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന്. 11,649 feet. ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. യു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ സോജില്ല പാസ് 11,649 feet.
നമ്മളങ്ങനെ ദ മോസ്റ്റ് അഡ്വഞ്ചറസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു റോഡ് വഴി പാസ് ചെയ്തത് ഇവിടെ വന്നിരിക്കുകയാണ്. മലയാളി ഫാമിലി ആട്ടോ, ബാംഗ്ലൂരാണ്. നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. തൃശ്യ ഏത് ക്ലാസ്സിലാ? നാട്ടിലെവിടെ? ശരി ശരി ശരി. മലയാളം ഫാമിലി മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വരും. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് കയറുമ്പോഴേക്കിടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ വേദ ബോൾ ഉണ്ടാക്കി, ഐസ് ബോൾ. നമുക്ക് അവിടെ ചെന്ന് മൊത്തം കളിക്കാം. ഒരു ചെറിയ പ്രശ്നമൊക്കെ വരും. അപ്പോൾ ചീമയും ഒരുപാട് വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മളൊരു ടാബ്ലറ്റ് ഉണ്ട്, അത് വാങ്ങി കഴിക്കുക. അങ്ങനെ സലീം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മളൊരു ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് മറന്നു പോയി. ഇനി കാറിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ടാബ്ലറ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരില്ല. നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ഡോക്ടറിൽ നിന്ന് വാങ്ങുക കേട്ടോ. പക്ഷേ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. വേദ മഞ്ഞിലൊക്കെ കളി തുടങ്ങിയിട്ട് കൈ വരവിക്കണില്ല പൊന്നു. വലിയ തണുപ്പ് ഇല്ല കേട്ടോ. ഐസ് ബോൾസ് ഉണ്ടാക്കിയാണ് വേറെ എന്താ കടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐസ് പൊട്ടിച്ച് വായിക്കാത്തിട്ടെന്ന്. അങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ ചോക്ലേറ്റ് വായിക്കാത്തിരുന്ന് കണ്ണ് തുറക്കാൻ പറ്റില്ല മഞ്ഞിൻ്റെ. താങ്ക് യു. അവർ കാശ്മീർ പാക്കേജാണ് എടുത്തത്. പക്ഷേ അതിൻ്റെ കൂട്ടത്ത് സോജില്ല പാസ് വരണതുണ്ടായിരുന്നു തോന്നുന്നു. അവരിനി തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. വേദ മൂക്കുകുത്തിനെ വീഴരുത്. ചെറിയൊരു ബ്രീത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉറപ്പായിട്ടുണ്ടാവും. അപ്പം അവിടെ ഉണ്ടായിരുന്നല്ലേ മാഹിൻ പറഞ്ഞു 2 days നമ്മളിവിടുത്തെ ഇതുമായിട്ട് സെറ്റ് ആവാൻ 2 days എടുക്കുമെന്നുള്ളത്. മീൻസ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എത്ര ഹെൽത്തി ആയിട്ടുള്ളവർക്കും ചെറിയൊരു ബ്രീത്തിൻ്റെ പ്രോബ്ലം വരും. സോ അതിന് പ്രിപ്പയർഡായിട്ട് പോവുക ലഡാക്ക് പോകുന്നവർ. സോജില പാസ് കഴിഞ്ഞിട്ടുള്ള റോഡ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര മഞ്ഞാണ് 2 സൈഡിലും. ഇത് ആ ടണലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. എന്നിട്ടാണ് അവർ ആ ടണലിൻ്റെ പണിയെല്ലാം അതിവേഗം തന്നെ കഴിയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. 2 സൈഡും ഇങ്ങനെ ഐസാണ്, റോഡിലും ഐസാണ്. രാവിലെയൊക്കെ JCB ഒക്കെ വന്നിട്ടാണ് ഈ ഐസെല്ലാം കോരി മാറ്റി 2 സൈഡിലേക്ക് ആക്കുന്നത്. എങ്കിലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ആക്സിഡൻറ്റ് നടന്നു എന്ന് പറഞ്ഞിട്ട്. അതൊരു ലോറിയാട്ടോ ആക്സിഡൻറ്റ് നടന്നത്. ആ ലോറിയാണ് മറിഞ്ഞിവിടെ കിടക്കുന്നത്. അപ്പോൾ ലോറി മറിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ഇപ്പോഴും ആ ലോറി ഇവിടെ തന്നെ കിടക്കുക, ഒരു ടാങ്കർ ലോറി ഇവിടെ തന്നെ കിടക്കുകയാണ്. മഞ്ഞെന്തോ ഇടിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വീണിട്ട് ഭയങ്കര ഒരു അപകടമൊക്കെ ഉണ്ടായി. അതാണ് ദേ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ ഇതുവഴി പോകുന്നത്. വിൻ്ററിൽ ഇങ്ങനെ, അപ്പോൾ സമ്മറിൽ ഇങ്ങനെ, അപ്പോൾ വിൻ്ററിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും എന്നുള്ളത്. ഓരോ ഇത് കേട്ടോ. അപ്പോൾ മഞ്ഞെല്ലാം മാറി വെറും മലകൾ. ആ റോഡ് ഫുൾ മഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ പൊക്കത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയല്ലേ. കുറച്ച് ഹൈറ്റിലായിരുന്നു അത്. അവിടെ നിന്ന് ഇപ്പം നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ അതുകൊണ്ടാവും മഞ്ഞൊക്കെ മാറി, മഞ്ഞുമലകൾ മാറി. ഇവിടെ എൻട്രി ടിക്കറ്റും പാസും ഒക്കെ എടുക്കുന്നത് കണ്ടു. നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. എന്താണ് സംഭവം എന്ന് അറിയില്ല. നമ്പർ എഴുതിക്കണല്ലേ എത്ര കിട്ടുമല്ലേ. ലോറിക്കൊക്കെ എന്തോ പാസ്സൊക്കെ എടുക്കണം. എത്ര പെട്ടെന്നല്ലേ ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ വേറെ സ്ഥലത്ത് കയറുമ്പോൾ അവിടുത്തെ കൾച്ചറും രീതികളും മരങ്ങളും ചെടികളും വരെ മാറുന്നത്. ഇപ്പം ശരിക്കും നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട് കയറുമ്പോൾ തന്നെ ടോട്ടലി ഉള്ള ആ ഒരു ബോർഡർ കയറുമ്പോൾ തന്നെ കൾച്ചർ മാറും. അതുപോലെയാണ് ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് നമ്മൾ ലേയിലേക്ക് കയറിയപ്പോൾ ആ മരങ്ങളോ പച്ചപ്പോ ഒന്നുമില്ല. ഇതുപോലുള്ള കുറേ കുന്നുകളും ചില കുന്നുകളിൽ കുറച്ച് മഞ്ഞും കാര്യങ്ങളും അല്ലാണ്ട് വേറെ അധികം കാണാനായിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ലേയിൽ കാണാനുള്ളത്. നമ്മൾ ദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലേക്ക് കയറിയിട്ടുണ്ട്. ടയർ പ്രഷർ കുറവ് കാണിച്ച്, അതുകൊണ്ട് ചെക്ക് ചെയ്യണം. വെൽക്കം ടു ദ്രാസ്, ദ സെക്കൻഡ് കോൾഡസ്റ്റ് ഇൻഹാബിറ്റഡ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ജനവാസമുള്ള സ്ഥലമാണ് ദ്രാസ് എന്ന് പറയുന്നത്. ആ ടൗണാണ് ഇത്. നമ്മളിപ്പോൾ ലഡാക്ക് ഒരു എന്തോന്നിലേക്ക് കയറിയിട്ടുണ്ട്. എന്താണ് യൂണിയൻ ടെറിട്ടറിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇതെല്ലാം ലേയുടെ ഭാഗമാണ് കേട്ടോ. ലഡാക്കിനെ ലേ എന്നാണ് കൂടുതലും പറയുന്നത്. നമ്മൾ എയർ പ്രഷർ അടിക്കാൻ നോക്കിയപ്പോൾ അവിടെ അങ്ങ് കറണ്ടില്ല, അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മുന്നോട്ട് പോയാലുണ്ടെന്ന് പറഞ്ഞു. ഒന്നും കണ്ടില്ല, നോക്കി പോവുക കേട്ടോ. ഇതാണ് കുഞ്ഞൊരു വില്ലേജാണ്, കുഞ്ഞൊരു ടൗൺ. നമ്മുടെ ഇത് എയർ ആയിരുന്നേ, നോർമൽ എയർ അല്ല നൈട്രജൻ ആയിരുന്നേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ നൈട്രജൻ കിട്ടുന്ന കാര്യം വലിയ പാടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ
വാരണാസി പോയപ്പോഴും ഇതേ വന്ന് കുറേ കടകൾ കയറിയാണ് അത് നൈട്രജൻ നമുക്ക് കിട്ടിയതേ. ഇപ്പം ഇനി അങ്ങോട്ട് പോയാൽ ഒട്ടും കിട്ടത്തില്ല. എന്തെങ്കിലും പറ്റിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ലോ ടയർ പ്രഷർ ഇത് കാണിച്ചു. അപ്പം നമുക്ക് അടിക്കണമെങ്കിൽ ആ നൈട്രജൻ ഫുൾ കളഞ്ഞാലേ ഇനി എയർ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ടൊന്നും നൈട്രജൻ ഇല്ല, എയർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫുൾ എയർ കളഞ്ഞിട്ട് നൈട്രജൻ കളഞ്ഞിട്ട് എയർ അടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് ഗുളികേ നീ ചവച്ച തിന്നത് ടപ്പിയൊക്കെ ചിപ്സ് ഗ്യാസിന് നല്ല സാധനമാണ്. നമ്മളെടുത്ത് പൊട്ടിച്ച് പകുതിയായി. നമ്മളിപ്പോൾ ഉള്ളത് ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടുള്ള കാർഗിൽ യുദ്ധം നടന്ന സ്ഥലം, കാർഗിൽ ദ്രാസ് വാർ മെമ്മോറിയൽ. ദ്രാസിനും കാർഗിലിനും ഇടയ്ക്കാണ് ഈ മെമ്മോറിയൽ. അപ്പോൾ ഞങ്ങൾ കാർഗിൽ മെമ്മോറിയൽ കാണണമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പം നാസി പറയണ്ടേ ദ്രാസ് മെമ്മോറിയൽ കാണണേ, ദ്രാസ് അപ്പോൾ ഞാൻ കരുതി ദ്രാസ് മെമ്മോറിയൽ വേറെയാണ്, കാർഗിൽ മെമ്മോറിയൽ വേറെയാണ്. പക്ഷെ രണ്ടും ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കാർഗിൽ യുദ്ധം നടന്നത്. അത് നിനക്ക് ഫ്യൂച്ചറിൽ പഠിക്കാൻ വരും. അപ്പം നീ പ്രൗഡായിട്ട് പറയും ഞാൻ അവിടെ പോയിട്ടുണ്ടെന്നുള്ളത്. യുദ്ധം നടന്ന സ്ഥലം അവിടെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കാർഗിൽ വാർ പിന്നല്ലാതെ അവിടെ എന്നിട്ടും ഇവിടെ മരിച്ചിട്ടുള്ള ധീരജവാന്മാരുടെ കുറച്ച് ഇതൊക്കെ വച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ ആയിരിക്കും. വീഡിയോഗ്രാഫി അലൗഡാണോ എന്നറിയില്ല. ദിസ് വാർ മെമ്മോറിയൽ ഈസ് എ സാക്രഡ് പ്ലേസ് ടു ഓണർ ദ ഡിഗ്നിറ്റി ഓഫ് മെമ്മോറിയൽ ആൻഡ് ദ ബ്രേവേഴ്സ്. യു ആർ റിക്വസ്റ്റഡ് നോട്ട് ടു വെയറിംഗ് ഷോർട്സ്, സ്ലിപ്പേഴ്സ്, ക്രോക്സ്. ഞാൻ ക്രോക്സ് ആണ് ഇട്ടേക്കുന്നത്. ആൻഡ് എനി അതർ ഇൻഅപ്രോപ്രിയേറ്റ് പീസ് ഓഫ് ക്ലോത്തിങ് ഓൾ സർവിങ് പേഴ്സണൽ ടു പുട്ട് ടു ഹെഡ് ഗിയർ ബിഫോർ എൻറ്ററിങ്. അപ്പോൾ ഞാൻ ഷൂസ് ഇട്ടിട്ട് വരാം. ക്രോക്സ് ഇട്ടുവിടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാറ്റി ഷൂസാക്കി. ബാ ഷൂസ് മാറ്റിയപ്പോൾ ശ്വാസം മുട്ടണം. അയ്യോ പെട്ടെന്ന് മാറ്റിയിട്ടത്. ഇവിടെ എൻട്രി ടിക്കറ്റ് ഒന്നുമില്ലേ? ഇവിടെ കയറുന്നതിന് മുന്നേ നമ്മുടെ ആധാർ കാർഡ് അവർക്ക് കൊടുക്കുക. ആരുടെങ്കിലും ഒരാളുടെ കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം അവർ ചെക്ക് ചെയ്ത് എന്നിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത്. എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ അവിടെ. പിന്നെ അവിടെ നമ്മൾ ഒബേ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറയും, അത് നമ്മൾ ഒബേ ചെയ്യേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ കാർഗിൽ വാർ മെമ്മോറിയലിൽ വരിക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരമൊക്കെ അങ്ങ് പോകും കേട്ടോ. കാരണം നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് വേണ്ടി ജീവൻ പൊലിഞ്ഞ കുറേ ജവാന്മാർ നമുക്ക് വേണ്ടി കേട്ടോ. അപ്പം നമ്മൾ ഈ സുഖിച്ചൊക്കെ ജീവിക്കുന്നത് അവരുടെ ഒരു ഔദാര്യം കൊണ്ട് മാത്രമാണ്. സത്യം കേട്ടോ. കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. അധികം പ്രായമൊന്നുമില്ലാത്ത ഒരുപാട് ജവാന്മാരുടെ ഒരു മെമ്മോറിയലാണ് ഇവിടെ. കാർഗിൽ വാറും മറ്റു വാറുകളിലൊക്കെ മരണപ്പെട്ട ഒരുപാട് ജവാന്മാർ കേട്ടോ. ഓൾസോ ഭയങ്കര പ്രൗഡും തോന്നും കേട്ടോ. സത്യം അറിയാതെ ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു പോയി. എനിക്ക് അവിടെ ഒരുപാട് ഈ ഇവിടെ കുറേ മേജേഴ്സിൻ്റെയൊക്കെ ഫസ്റ്റ് കാർഗിൽ വാറിൽ മെയിനായിട്ട് നിന്നിട്ടുള്ളവരുടെയൊക്കെ ഇതാണ് മെമ്മോറിയലാണ് ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു സൈഡിൽ സെമിട്രി പോലെ കുറേ ജവാന്മാരുടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഇത്രയേറെ, അത് വളരെ കുറച്ചാട്ടോ, വളരെ കുറച്ച് മാത്രമേ അവിടെ വച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലും കൂടുതൽ പേര് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അറിയില്ല അത് എങ്ങനെ അത് നിങ്ങളുമായിട്ട് പറയണമെന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ കാശ്മീർ പാക്കേജ് എടുക്കുകയാണെങ്കിൽ കാർഗിൽ വരെ വന്നിട്ട് പോകാനുള്ള പാക്കേജും എടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട മലയാളി ഫാമിലീസ് ഇവിടം വരെ അവർക്ക് പാക്കേജ് ഉണ്ട്. ഇന്ന് കാർഗിലാണ് സ്റ്റേ, നാളെ അവർ തിരിച്ച് റിട്ടേൺ ശ്രീനഗർ പോകുന്ന കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മസ്റ്റായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ വരിക. നമ്മുടെ അഹങ്കാരം എല്ലാം അങ്ങ് പോവും കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, നമ്മളൊന്നും അല്ലാതെ ആയിപ്പോവും. കുറേയേറെ ജവാന്മാരുടെ ഔദാര്യമാണ് നമ്മുടെ ജീവിതം. ആ ഇന്ത്യൻ ഫ്ലാഗ് നിന്ന് പറക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ രോമാഞ്ചം വരും, രോമാഞ്ചം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെമിട്രിയുടെ കാര്യം, ഇതാണ് കേട്ടോ. ഇതിൽ വളരെ കുറച്ച് ആൾക്കാരെ അടക്കം ചെയ്തിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും അല്ലല്ലേ, എത്ര പേരാണ് നമ്മുടെ നാടിന് വേണ്ടി. ഇതുപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അതിനകത്തും കുറേ ജവാന്മാരുടെ ഡീറ്റെയിൽസും മരണപ്പെട്ട കാര്യങ്ങളും ഒക്കെ വച്ചിട്ടുണ്ട്. എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നും, ഒരു സങ്കടം, ഒപ്പം അഭിമാനവും. നമ്മുടെ നാടിനെ രക്ഷിച്ചു തന്ന ജവാന്മാരാണല്ലോ ഇവരെല്ലാവരും എന്നാലോചിക്കുമ്പോൾ ഒരു അഭിമാനവും തോന്നും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും വയ്യ, ഭയങ്കര ക്ഷീണം. എനിക്ക് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് കയറിയതിൻ്റെ ക്ഷീണമാണോ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമാണോ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ലൈവായിട്ട് വോയിസ് ഒന്നും ചെയ്തില്ല. എനിക്ക് അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് എന്തോ മൊത്തത്തിലൊരു ടയേർഡ്നെസ്, ഭയങ്കരമായിട്ട് ടയേർഡ്നെസ് ഫീൽ ചെയ്തു. കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഒരു വയ്യായിക. എന്തായാലും കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇതെല്ലാം എങ്കിലും കാണണമല്ലോ നമ്മൾ.
എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനും വേദയും എല്ലാം റീഡ് ചെയ്ത് കേട്ടോ. ഫ്യൂച്ചറിൽ വേദയ്ക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പഠിക്കാനുള്ളത് മുന്നേ കണ്ട് അറിഞ്ഞിരിക്കുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ അവൾ പഠിക്കാൻ സമയം കുറച്ചൊക്കെ ഒന്ന് ഹെൽപ്ഫുള്ളായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. ഞാൻ അവിടെ പോയിട്ടുള്ള സ്ഥലമാണല്ലോ, അതാണല്ലോ ഞാൻ അന്ന് വായിച്ചത്, ഞാൻ അതാണല്ലോ അന്ന് കണ്ടത് എന്നൊക്കെ തോന്നുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും കേട്ടോ. നിങ്ങൾ കാശ്മീർ പാക്കേജ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഏജൻറ്റിനോട് ഒരു ദിവസം കാർഗിൽ വരെ പോകാനുള്ള ഒരു ഇതോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സോജില പാസ് വഴി കാർഗിൽ വരാം. കാർഗിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് റിട്ടേൺ പോകാവുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ടും സത്യം നിങ്ങൾ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇവിടെ എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. സത്യം ആ ഫ്ലാഗ് നിന്ന് പറക്കുന്ന കാണുമ്പോൾ രോമാഞ്ചം വരും. കാർഗിൽ വാറിൽ നടന്ന ആ ഒരു ഓപ്പറേഷൻ വിജയ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ വിജയ് എന്നാണ് പറയുന്നത്. ഇവിടെ ആ മ്യൂസിയത്തിനകത്ത് വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ ചാരപ്പണി ചെയ്ത കുറേ ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോർഡറിലുള്ള ഒരുപാട് പേരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പബ്ലിക്കിന് കാണിക്കേണ്ടതെന്ന് കരുതിയിട്ടാവും. അതൊക്കെ വായിക്കുമ്പോണ്ടല്ലോ അവന്മാരെ വെട്ടിവെച്ച് കൊന്നാലല്ലോ സത്യം പറഞ്ഞാൽ. എന്നിട്ടും അവരെ ഓരോരുത്തരെയും ഭയങ്കര ഇതായിട്ടാണ് നമ്മുടെ ഇന്ത്യ അടക്കിയിട്ടുള്ളതും ഒക്കെ. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടെററിസ്റ്റുകളാണെങ്കിലും തീവ്രവാദികളാണെങ്കിലും അവരെയൊക്കെ അടക്കേണ്ട രീതിയിലൊക്കെ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വന്നാൽ ആരും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടു, ആസിഫിനെയൊക്കെ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ശരി ഏട്ടാ, ഞാൻ ഏട്ടനോട് പറയും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ യൂട്യൂബ് ഫുള്ള് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മളകത്തായതും തന്നെ. പക്ഷേ ആൾ പ്രശ്നക്കാരനൊന്നും അല്ല, എങ്കിലും ഞാൻ പറയുകയാണേ. അപ്പോൾ എന്തായാലും പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. എന്തിനു കാണിക്കണേ? കാണിച്ചോ അവിടെ? അവൾക്കറിയാന്നുള്ളല്ലോ അവളെ പിൻ ചെയ്തേ. എന്നിട്ട് അതിനോടൊപ്പം ചേർന്ന് തന്നെ ഒരു കുഞ്ഞു സുവീനിയർ ഷോപ്പൊക്കെ ഉണ്ട്. കുറേ ആർമി ഐറ്റംസ്, ബോട്ടിലുണ്ട്, ഫ്ലാസ്ക് ഉണ്ട്, ബാഗുണ്ട്, ഷൂസ് ഉണ്ട്, ചെരുപ്പുണ്ട്, ജാക്കറ്റ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കണ്ടല്ലേ എനിക്ക് ആർമിയുടെ അല്ലേ, അപ്പോൾ എന്തായാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരില്ല എന്ന് എഴുതിയിട്ട് ഞാനൊരു ജാക്കറ്റിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും വേദയ്ക്കും ഏട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ടോപ്പ് മാത്രമേ ഉള്ളൂ ജാക്കറ്റ്. ഇത് 2 പീസായിട്ട് വരുന്ന ജാക്കറ്റും പാൻസും കൂടെ വരുന്ന തെർമൽസ് പോലത്തെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അങ്ങോട്ട് പോകെ തണുപ്പ് നല്ല കാര്യമായിട്ടുണ്ട്. ഇവിടെ രാവിലെ ഒന്നും അധികം തണുപ്പില്ല, വൈകുന്നേരം ആയാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു രാത്രി 12 ഒരു 2 മണി വരെയൊക്കെ നല്ല തണുപ്പാണ്, പിന്നെ വലിയ തണുപ്പുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒരു സെറ്റ് എന്തായാലും പാൻസും കൂടെ ഉള്ളത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി വാങ്ങുകയാണ്. എനിക്കും വേദയ്ക്കും ടോപ്പ് ആൻഡ് ബോട്ടം ഉള്ളത് കിട്ടിയായിരുന്നു 2 പീസ് സെറ്റ്. പക്ഷേ ഏട്ടന് മാത്രം ജാക്കറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. വലിയ വിലയും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 പീസിന് 2000 ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയൊരു കത്തി റേറ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇവരുടേതായതുകൊണ്ട് വലിയ ക്വാളിറ്റിയിലും കോംപ്രമൈസ് ഉണ്ടാവത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ, ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ധാരാളം എന്ന് തോന്നിയിട്ടാണ്. വേദയാണെങ്കിൽ ഓരോ കുപ്പിയും പാട്ടം എടുത്തുകൊണ്ട് വന്നിട്ട് അത് വാങ്ങിത്തരൂ ഇത് വാങ്ങിത്തരൂ എന്ന് പറഞ്ഞ് ഞാനൊന്നും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. കാരണം വീട് നിറച്ചുണ്ട്, ഒരു സാധനം 2 ദിവസത്തിൽ കൂടുതൽ അവൾ ഉപയോഗിക്കത്തില്ല. എന്നിട്ട് ഷോക്കേസിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഷോക്കേസിൽ പോലും സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. അങ്ങനെ കുറേ സമയം മോന്തയെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഈ ഒരു 2 പീസ് സെറ്റ് എടുത്തു. വേദ ഒരു ആഷ് കളർ എടുത്തു, ഏട്ടനൊരു റെഡ് കളർ എടുത്തു. ഏട്ടൻ്റെ സൈസ് കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ ഷർട്ട് മാത്രം എടുത്തത്. എനിക്കും വേദയ്ക്കും സൈസ് കിട്ടി, അതുകൊണ്ടാണ് ഞങ്ങൾ 2 പീസായിട്ട് എടുത്തത്. പക്ഷെ അത് സംഭവം കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സുവിനീർ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നേ. ഇനി ഇവിടെ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അങ്ങോട്ട് പോയാൽ കിട്ടും. കാർഗിലാവാൻ ഇനി കുറച്ച് ദൂരമുണ്ട്. ഇവിടെ നിന്ന് ദ്രാസ് 6 കിലോമീറ്ററേ. കാർഗിലാവാൻ ഇനിയൊരു 10-30 കിലോമീറ്റർ വരുമോ? 50 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. സത്യമായിട്ട് നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര ഒരു ഇത് തോന്നും കേട്ടോ, ഭയങ്കര ഹാർട്ട് ടച്ചിങ്. പട്ടി നോക്ക്.
പന്നിക്കുട്ടി പന്നി കരടി 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 വലിയ പട്ടി ജർമ്മൻ ഷെപ്പേർഡിനെ പോലെ വലിയ പട്ടി. മോമോസ് കഴിക്കാന്ന് വേദയ്ക്ക് മറ്റേ ഫ്ലാസ്ക് വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് പണി. വീട്ടിലില്ലാത്ത സാധനങ്ങളില്ല, എവിടെ ഇറങ്ങിയാലും അതും ഇതൊക്കെ വേണം. ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു, അങ്ങനെ പിണങ്ങി വന്നത്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് കയറിയതിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. ഭയങ്കര ഒരു എനിക്ക് മാത്രം ഒരു ടയേർഡ്നെസ്. നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെല്ലാം വെജ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, നിറയെ കുഞ്ഞു കുഞ്ഞു കടകൾ. അങ്ങനെ ഒരു കടയിൽ കയറി എനിക്കും വരയ്ക്കും മോമോസ്, ഹാട്ടൻ, റൊട്ടി എന്തായാലും പറയാമെന്ന് പറയണം. എന്തുണ്ട് ഏട്ടാ? താലി, രാജ്മ, ഡാൽ ഫ്രൈ, സബ്ജി, 2 റൊട്ടി. ഏട്ടൻ്റെ ഭക്ഷണം ബട്ടർ റൊട്ടി. കറിയൊന്നും വേണ്ടേ നിങ്ങൾക്ക്? വെളുത്തുള്ളി അച്ചാറാണെങ്കിൽ വേദത്തിലിരിക്കുന്നത് എടുക്കാൻ എളുപ്പമുണ്ട്. ഞങ്ങൾ മോമോസ് പറഞ്ഞിട്ട് മണിക്കൂർ 2 मोमोज कहाँ है? मोमोज दिखवाया था। हाँ मोमोज शायद खत्म कदम बेस्ट കഥം പോകുകയാണ്. ഹലോ ജി ആക്ച്വലി നമ്മൾ ഒരു മോമോസാണ് പറഞ്ഞത്, 2 എണ്ണം കൊണ്ട് തന്നു. കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? അതിന് പിന്നെ ചിക്കൻ അല്ലാതെ വേറെ മോന്തം നേരെ ഇരിക്കില്ലല്ലോ. കുഴപ്പമില്ല. മൈദ മാവിനകത്ത് വെജ് സ്റ്റഫിങ്സ്. അങ്ങനെ മോമോസും കഴിച്ചതാണ് നമ്മൾ മുന്നോട്ട്. കൊള്ളില്ലായിരുന്നു മോമോസ്, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. വാവ് അല്ലായിരുന്നു. ലേയിലേക്ക് എൻ്റർ ആയപ്പോൾ മുതൽ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ആട്ടോ കാണുന്നത്. ഇത് പച്ചപ്പ് പോയി ഇങ്ങനെ നിൽക്കുന്നതാണോ അല്ല ഈ മരം ഇങ്ങനെ തന്നെയാണോ എന്നറിയത്തില്ല. പക്ഷേ എന്തായാലും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഓരോ ടൗണിലും ഓരോ വീടിൻ്റെയൊക്കെ മുന്നിലും ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഒരു വലിയൊരു മരം വന്നിട്ട് കുറ്റി കുറ്റിയായിട്ട് നിൽപ്പുണ്ടുണങ്ങി. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ പച്ചപ്പുണ്ട്. അത് ആൾവാസമുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഇതുപോലെ പച്ചപ്പ് കാണാറുണ്ട്. ഇതൊക്കെയാണ് ലേയിലേക്ക് കയറുമ്പോൾ ഉള്ള കാഴ്ചകളെന്ന് പറയുന്നത്. പിന്നെ കാശ്മീരിൻ്റെ അത്ര ഗ്രീനറി ഒന്നുമില്ല, ഇതുപോലുള്ള മൊട്ടക്കുന്നുകൾ മാത്രമാണ് ഉള്ളത്. പിന്നെ നിറയെ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലുള്ള പാലങ്ങളുണ്ട്. പിന്നെ റോഡ് ഇപ്പോൾ അത്യാവശ്യം നല്ല റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ സ്ട്രെയിറ്റ് റോഡല്ല, വളവും തിരിവും മലമുകളിലേക്ക് കയറി പോകുന്നതും ഒക്കെയാണ് റോഡെന്ന് പറയുന്നത്. ഇവിടെ ആകെ കാണുന്ന പച്ചപ്പ് ഇതാണ്. ഈ പച്ചപ്പ് കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ ആൾവാസമുള്ള സ്ഥലത്ത് എത്തി എന്നുള്ളത്. അതൊരു 100 മീറ്റർ ഉണ്ടാവുള്ളൂ. ആൾവാസമുള്ള ഒരു കുഞ്ഞ് വില്ലേജ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി ലേയിലേക്ക് 225 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ കാർഗിലിൽ കൂടെ സ്റ്റേ എടുത്തിട്ടാണ് ലേയിലേക്ക് പോകുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ലേയിലെത്തത്തില്ല. റോഡ് വളവും തിരിവും സ്ട്രീറ്റ് റോഡൊന്നും അല്ല. പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ലേയിലെത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കാർഗിലിൽ സ്റ്റേ എടുത്തിട്ട് നാളെ ഒന്ന് ഫ്രഷായ ശേഷം മാത്രമേ പോകത്തുള്ളൂ. ലഡാക്ക് പോലീസ് സ്റ്റോപ്പ് ചെയ്തു. വേറെ ഒന്നിനുമല്ല, ഇവിടെ ഒരു ജസ്റ്റ് ഒരു 100 റുപ്പീസിൻ്റെ എൻട്രി ഫീ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പേരും ഡീറ്റെയിൽസും കാർ നമ്പറും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ പോയിരിക്കാം കേട്ടോ. നമുക്കിവിടെ എവിടെയാണ് റൂം. ഇവിടെയും ആസിഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് റൂം കണ്ടിട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ വേറെ ഹോട്ടൽ റൂം എടുക്കും. നമുക്ക് നോക്കാം. ഇതാണ് കാർഗിൽ ടൗൺ. ഇത് 1 വേ ആണ്. തിരിച്ച് നമുക്ക് അപ്പുറം വഴിയും കണ്ട കേട്ടോ വരേണ്ടത്. കുഞ്ഞു ടൗൺ, വളരെ കുഞ്ഞു ടൗൺ. നമുക്ക് പോവേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മളിപ്പോൾ റൈറ്റ് തിരിഞ്ഞ് ടൗണിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ലോക്കൽസിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. സ്കൂൾ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുന്നു. ഇവർക്കൊക്കെ ഇപ്പോൾ സ്കൂളുണ്ട്. ഇവർക്ക് വിൻ്ററിലാണ് സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കഠിനമായ തണുപ്പ് കാരണം വിൻ്ററിലാണ് സ്കൂൾ ക്ലോസ് ചെയ്യുന്നത്. വിൻ്റർ വെക്കേഷൻ, സമ്മർ വെക്കേഷൻ ഇല്ല. ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽസിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയാണേ. ഇത് വലിയ സിറ്റി കേട്ടോ. അവിടെയൊക്കെ നല്ല ഗസ്റ്റ് ഹൗസ്, ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഹോട്ടൽസേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ബൊട്ടിക് ഹോട്ടൽ. ഞാൻ അല്ലാതെ ഓൺലൈനൊക്കെ നല്ല ഹോട്ടലുകൾ കണ്ട്. നമ്മൾ കാർഗിൽ എത്തിയിട്ടുണ്ട്. കാർഗിലിൽ സോജില്ല റെസിഡൻസി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റൂം എടുത്തു കേട്ടോ. ആസിഫ് നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു റൂം എടുത്തു. ആസിഫിന് വിയറ്റ്നാമിൽ നിന്നൊരു 10 പെൺകുട്ടികളായിട്ട് എന്തോ ഗൈഡായിട്ട് ആസിഫ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ റൂം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഫോട്ടോയിൽ കണ്ടിട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് സോജില്ല റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള കാർഗിലുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ചെക്ക് ഇൻ ചെയ്തു. റൂം പിന്നെ കാണിക്കാട്ടാ. ഇന്ന് ഡിന്നറും ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ റൂം എടുത്തു, ചെക്ക് ഇൻ ചെയ്തു.
എന്നിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് പോകാം. റൂം പിന്നെ കാണിക്കാം. ജസ്റ്റ് നമ്മൾ പുറത്തോട്ട് പോവാണ്. കാറിൽ നമ്മൾ എയർ ചെക്ക് ചെയ്തിട്ട് വീണ്ടും എയർ പ്രഷർ ലോ കാണിക്കുന്നു. അപ്പോൾ ഒന്ന് എയർ പ്രഷറും ചെക്ക് ചെയ്ത് നമ്മുടെ തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പെട്രോൾ ഉണ്ടെങ്കിലും ഫോർ സേഫ്റ്റി ഫുൾ ടാങ്ക് ഒന്നുകൂടെ അടിച്ചിടാമെന്ന് കരുതിയിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെ പമ്പും എയർ ചെക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കാർ വാഷിന് കൊടുക്കണേ? കാർ കിടക്കാൻ നോക്ക്. പാവം കാറ്. 100 രൂപയാണ് ഇവിടെ 1 ലിറ്ററിന്. നമ്മൾ കാർഗിൽ നിന്ന് ഫുൾ ടാങ്ക് അടിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി പെട്രോൾ ഉണ്ട്, അപ്പോൾ കുറച്ചടിച്ചാൽ മതി. കണ്ടാൻ പറഞ്ഞില്ല 1000 രൂപയായപ്പോൾ ഫുള്ളായി. 1000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചു. സേഫാണ്. ലഡാക്ക് വരെ ഒന്നും നമ്മൾ പേടിക്കണ്ട. വേദ കുഞ്ഞിക്ക് എന്തോ ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ എയർ ചെക്ക് ചെയ്യാൻ അവിടെ ഒരു കടയിൽ നിർത്തിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബേബി ഷോപ്പ് ഉണ്ട്. അങ്ങനെ വേദ കുഞ്ഞിക്ക് എന്തോ വാങ്ങിക്കണം. എന്നോട് കാണിക്കല്ലേ എന്താണ് വാങ്ങിച്ചതെന്ന് പറയൂല, കാണിക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാണിക്കില്ല കേട്ടോ. കുഞ്ഞിക്ക് കൊടുക്കുമ്പോഴേ നമ്മൾ കാണിക്കും. ഹാപ്പി വേദ? ഹാപ്പി? വേദയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹം. കുടുക്കെ കിടക്കുന്ന പൈസ എടുത്ത് ഞാൻ വാങ്ങിക്കട്ടോ. കാശ്മീരി കാവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാം. ഇന്നത്തെ കറക്റ്റ് മധുരം, അല്ലെങ്കിൽ ഭയങ്കര മധുരം ഒഴിക്കും. വേദ ബ്രൗണി വിത്ത് ഐസ്ക്രീം. ഒരു കടി താടാ. ഞാൻ എടുത്തോളാം. ഞാൻ എടുക്കാം. വേദയ്ക്ക് ഉച്ചയ്ക്ക് ശരിയായില്ല. കൊള്ളാം. ഇതാണ് നമ്മുടെ കാർഗിലിലെ റൂം, സോജില്ല റെസിഡൻസി. നമ്മുടെ റൂം കണ്ടാലോ? എല്ലാവരും റൂം ടൂറൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ റൂമും ഹോട്ടൽസും ഒക്കെ കാണിച്ചു തരുന്നത്. അതാണ് നമ്മുടെ ടോയ്ലറ്റ് കുറച്ചുകൂടെ സെറ്റപ്പ് ഉണ്ട്, അത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. വലിയൊരു ബെഡാണ്. വേദാ ഓപ്പൺ. നമ്മുടെ വ്യൂ കണ്ടോ? റിവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കങ്ങനെ മുകളിലോട്ടാണ് നാളെ കയറി പോകാനുള്ളത്. ഇനി ഇവിടെ തന്നെ നിൽക്കണേ, ഒരു സർപ്രൈസ് കാണിച്ചു തരാമേ. വേദ ഇപ്പോൾ ബാത്റൂമിലാണുള്ളത്. ഒരു മിനിറ്റ് ഏട്ടാ. റെഡി വേദ? ആ തിരി. ടോയ്ലറ്റാണത്. ഏട്ടൻ ടോയ്ലറ്റ് കയറാം. മിററൊക്കെ കാണിച്ചു വിട്. ഫോൺ ചെയ്യാം. ടോയ്ലറ്റിലിരുന്നു. മിറർ ലൈറ്റ് മാറ്റിക്കൊടു. ഭയങ്കര സെറ്റപ്പ്. ഇവിടെ എല്ലായിടത്തും ഇൻക്ലൂഡിങ് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ കോംപ്ലിമെൻ്ററി, ഇത് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനുള്ള എമൗണ്ട് അവർ വാങ്ങും, അത് വേറെ കാര്യം. ഒക്കെ ആയിട്ടാണ് നമുക്ക് റൂം കിട്ടുന്നത്. എന്തായാലും നല്ല വ്യൂ ഉള്ളൊരു അടിപൊളി റൂമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടെന്നൊന്നും നമ്മൾ കണ്ടില്ല. ജസ്റ്റ് എടുത്തിട്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ വ്യൂ കണ്ടത്. നല്ല റിവറൊക്കെ പോകുന്നു. എവിടെ ആണോ? അയ്യോ, എനിക്ക് ഇവിടെ നിന്ന് കുടിച്ചാൽ മതിയായിരുന്നടി മണ്ടി. അത് നിങ്ങളെ മോള്. ഇവിടെ തണുപ്പില്ല കേട്ടോ, വലിയ തണുപ്പില്ല. ഇനി രാത്രി തണുപ്പുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം വലിയ തണുപ്പില്ല. ഇനി വീഡിയോസ് കുറേ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റിങ് കഴിഞ്ഞ് ഡിന്നർ കോംപ്ലിമെൻ്ററി ആണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവേ. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് താഴെ റെസ്റ്റോറൻറ്റ് വന്നു. ഇന്നലെ അവിടെ സോൺമാർഗിലുള്ള തണുപ്പ് ഇവിടെ ഇല്ല, എങ്കിലും തണുപ്പുണ്ട്. ഡിന്നർ റെഡിയാണ്. ഇവിടെ ഫുൾ കാശ്മീരി താത്തമാരിരിക്കണേ. റെഡിയാന്ന് ചോദിച്ചു. റെഡി? ഡിന്നർ റെഡി? ഡിന്നർ റെഡി? ഓക്കെ. എത്രട്ടാ റൂം നമ്പർ? 103. എന്തൊക്കെയുണ്ട് പറയാത്ത എടുക്ക. റൈസ് വരും, ഡാൽ, പനീർ ഇപ്പോൾ വരും, മിക്സ് വെജ് ഇവരുടെ മെയിൻ ഒരു സാധനം. ചിക്കൻ വേദ ഹാപ്പി. ഓക്കെ. എന്താ സാധനം? സ്വീറ്റാ? സ്വീറ്റ് കാര്യമായിട്ട് തന്നെ ഉണ്ട് ഡിന്നർ കേട്ടോ. ഇന്നലെ നമ്മൾ റൂം എടുത്തടുത്ത് അത്ര ബൊഫെ ഒന്നും അല്ലായിരുന്നു. നമുക്ക് വേണമെന്നുള്ള സാധനം ചോദിക്കും. അത് ആൾക്കാരൊന്നുമല്ല, നിറച്ചുണ്ടോ ഇവിടെ. ഹാൻഡ് വാഷ്. ബട്ട് ഹേ, ഞാൻ ഹിന്ദി ഇനി സംസാരിക്കുള്ളൂ കേട്ടോ.
പപ്പടം വേണോ? ഓ ഇരിക്കട്ടെ, അവർക്ക് വിഷമമില്ല, റൈസ് വേണ്ട. ഇതെല്ലാം വെജല്ലേ. അവിടെ ആള് നിൽക്കണം. നാൻ, ബട്ടർ നാൻ. പപ്പടം, ഇവിടുത്തെ പപ്പടം ഭയങ്കര ടേസ്റ്റാണ്. കഞ്ഞിൻ്റെ കൂടെ കഴിക്കൂലേ ചുട്ട പപ്പടം? ചുട്ട പപ്പടം എടുത്തോ, ആവശ്യമുള്ളത്. സമയമുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? എനിക്ക് ലെഗൊന്നും ഇഷ്ടമല്ല. ഓക്കെ, സാലഡ് പിന്നെ എടുക്കാം. അവിടെ പോയുള്ളൂ എടുക്കാൻ പാകത്തിന് ഇരിക്കാതെ. ഇവിടെ ആർക്കും മലയാളം ഇറങ്ങുമല്ലോ. കഴിച്ചു നോക്കണം പപ്പടം, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ചുട്ട പപ്പടം. പിന്നെ പപ്പടം പിന്നെ മധുരമായിരിക്കുമോ? റൊട്ടിയും ചിക്കനും നോക്കട്ടെ. കൊള്ളാം, ചിക്കൻ കൊള്ളാം. പനീർ വന്നില്ല. സലാഡ് എടുക്കുക എല്ലാ അവസാനം, സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്താലോ? ഇന്നിവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ എന്തോ ലേക്കൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞല്ലേ? മന്ദിർ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിനി എവിടെയെങ്കിലും പോണുമില്ല. നാളെ രാവിലെ ലഡാക്ക്. നാളെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തും. അതിൻ്റെ സന്തോഷത്തിലാണ്. അവിടെ മാഹീനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാഹീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ലഡാക്ക് പോയി ബൈക്ക് റൈഡൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ലഡാക്ക് വിശേഷമായിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.